Once again, all of you, welcome back to my YouTube channel. My name is Adira. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ വി ആർ ഡിസ്കസിങ് സെക്കൻഡ് ചാപ്റ്റർ ഓഫ് CBSE ക്ലാസ് 10 സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ CBSE 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിലെ സെക്കൻഡ് കെമിസ്ട്രി ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നിന്ന് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് ആൻഡ് ബേസസ് എന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, മീൻസ് കിടക്കുകയാണ്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ആസിഡ് പ്ലസ് മെറ്റൽ ആണ് നമുക്ക് റിയാക്ട് ചെയ്യാനുള്ളത്. ആസിഡ് പ്ലസ് മെറ്റൽ എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടും? സാൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ആണ് അവിടെ ഫോം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ഇക്വേഷൻ കൊടുക്കാം. ആസിഡ്, ഓക്കെ, ആസിഡ് പ്ലസ് മെറ്റൽ, ആസിഡ് പ്ലസ് മെറ്റൽ ഗീവ്സ് സാൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, സാൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. So that's the general equation of reaction between acid and metal. ആസിഡും മെറ്റലും കൂടെ റിയാക്ട് ചെയ്യുമ്പം സാൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ദ ഫസ്റ്റ് റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ് ആൻഡ് മെറ്റൽ. മീൻസ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് റിയാക്ഷൻ ആണ് റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ് ആൻഡ് മെറ്റൽ എന്ന് പറയുന്നത്. അപ്പം ആസിഡ് പ്ലസ് മെറ്റൽ ഗീവ്സ് സാൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. മീൻസ് ഹൈഡ്രജൻ ഗ്യാസും സാൾട്ടുമാണ് ഒരു മെറ്റലും ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പം ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് പ്ലസ് സിങ്ക്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ സാൾട്ട് ഫോം ചെയ്യേണ്ട ഏതാണ്? സിങ്ക് സൾഫേറ്റ്, isn't it? ZnSO4, സിങ്ക് സൾഫേറ്റ് പ്ലസ് ഏത് ഗ്യാസ് ഫോം ചെയ്യണം? ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. ഇതുമായി റിലേറ്റ് ചെയ്തൊരു ആക്ടിവിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റി എന്ന് പറയുമ്പം കുറച്ച് സിങ്ക് ഗ്രാനുൾസ് നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രോക്ലോറിക് ആസിഡിലോ അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡിലോ ഇട്ടതിന് ശേഷം അതിനെ ഒരു ഡെലിവറി ട്യൂബിലൂടെ, മീൻസ് അത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഏത് ഗ്യാസ് ആണോ കടന്നു വരുന്നത് അതിനെ എന്ത് ചെയ്യും? ഒരു ഡെലിവറി ട്യൂബിലൂടെ നമ്മൾ കടത്തി ഒരു സോപ്പ് സൊല്യൂഷനിൽ എത്തുകയാണെങ്കിൽ സോപ്പ് സൊല്യൂഷനിൽ എന്ത് ഫോം ചെയ്യും? ബബിൾസ് ഫോം ചെയ്യും. മീൻസ് ഈ ബബിൾസ് ഫോം ചെയ്യാൻ മീൻസ് എന്താണ്? അവിടെ ഏതോ ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ കൺഫർമേഷന് വേണ്ടിയിട്ട് ഒരു ബേണിംഗ് മാക്സ്റ്റിക്, മീൻസ് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളിയോ അല്ലെങ്കിൽ ക്യാൻഡിലോ എന്തെങ്കിലും നമ്മൾ അതിന്റെ അടുത്തോട്ട് കൊണ്ടുപോകും. ഒരു പോപ്പ് സൗണ്ടോട് കൂടി എന്ത് ചെയ്യും? കത്തും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കൺഫർമേഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ആണ് എന്ത് ചെയ്യുന്നത്? പോപ്പ് സൗണ്ടോട് കൂടി കത്തുക എന്ന് പറയുന്നത്. അപ്പം ഈ പോപ്പ് സൗണ്ടോട് കൂടി കത്തിയാൽ നമുക്ക് കൺഫേം ചെയ്യാം അവിടെ ഫോം ചെയ്ത ഗ്യാസ് അല്ലെങ്കിൽ റിലീസ് ചെയ്ത ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ. അപ്പം ഒരു മെറ്റലും ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പം ഫോം ചെയ്യുന്ന ഗ്യാസ് ഹൈഡ്രജൻ ആണ്. കൂടെ എന്തും കൂടെ ഫോം ചെയ്യുന്നുണ്ട്? സാൾട്ടും കൂടെ ഫോം ചെയ്യുന്നുണ്ട്. കൺഫർമേഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ആണ് പോപ്പ് സൗണ്ട്. മീൻസ് ബേണിംഗ് മാറ്റ്സ്റ്റിക് അതർവൈസ് ക്യാൻഡിൽ നമ്മൾ അതിന്റെ അടുത്തൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ എന്ത്? പോപ്പ് സൗണ്ടോട് കൂടി അത് എന്ത് ചെയ്യും? കത്തും. ഓക്കെ, ദെൻ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ സിങ്കും സൾഫ്യൂരിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ സിങ്ക് സൾഫേറ്റും ഹൈഡ്രജൻ ഗ്യാസും. സിങ്ക് സൾഫേറ്റ് ആണ് ഇവിടുത്തെ സാൾട്ട് എന്ന് പറയുന്നത്. ദെൻ ഹൈഡ്രജൻ ഗ്യാസ്. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും കൂടെ റിയാക്ട് ചെയ്യണം കേട്ടോ. സോ ഹൈഡ്രോക്ലോറിക് ആസിഡ് മീൻസ് സിങ്ക് ക്ലോറൈഡ് ആണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? ഫോം ചെയ്യേണ്ടത്. ZnCl2 പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് H2. ദെൻ സൾഫ്യൂരിക് ആസിഡും എന്തും കൂടെ അലൂമിനിയവും കൂടി റിയാക്ട് ചെയ്യണം. അപ്പം അലൂമിനിയം സൾഫേറ്റും ഹൈഡ്രജൻ ഗ്യാസും ആണ് എന്ത് ചെയ്യേണ്ടത്? ഫോം ചെയ്യേണ്ടത്. അലൂമിനിയം സൾഫേറ്റ് ഫോമിൽ എന്താണ്? Al2SO4 ത്രൈസ് പ്ലസ് എന്ത് ഫോം ചെയ്യണം? ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, Al2SO4 ത്രൈസ് പ്ലസ് ഹൈഡ്രജൻ H2. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അയണും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ ഫെറസ് ക്ലോറൈഡ് മീൻസ് FeCl2 പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഫോം ചെയ്തിരിക്കുന്ന എല്ലാം എന്താണ്? സാൾട്ട്. അപ്പൊ എല്ലായിടത്തും ഫോം ചെയ്യുന്ന ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാല് ഹൈഡ്രജൻ. ഓക്കെ ആണല്ലോ. അപ്പം ഒരു മെറ്റലും ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പം സാൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ആണ് ഫോം ചെയ്യുന്നത്. കൺഫർമേഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നതാണ് പോപ്പ് സൗണ്ട്. ബേണിംഗ് മാറ്റ്സ്റ്റിക് അതർവൈസ് ക്യാൻഡിൽ കൊണ്ടുവരുമ്പോൾ അത് എന്ത് ചെയ്യും? പോപ്പ് സൗണ്ടോട് കൂടി കത്തുമെന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ആസിഡും ബേസും. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ആസിഡും മെറ്റലും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ സാൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നു. അതിന്റെ കൺഫർമേഷൻ. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസും മെറ്റലുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. ഓക്കെ, ബേസും മെറ്റലുമായിട്ടുള്ള റിയാക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ? ഒരു ജനറൽ ഇക്വേഷൻ കൊടുക്കാൻ സാധിക്കില്ല. കാരണം എല്ലാ ബേസസും മെറ്റലുമായിട്ടൊന്നും എന്ത് ചെയ്യില്ല? റിയാക്ട് ചെയ്യത്തില്ല. ചിലത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? റിയാക്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ബേസിന്റെയും മെറ്റലിന്റെയും കേസിൽ നമുക്ക് എന്തില്ല? ഒരു ജനറൽ ഇക്വേഷൻ കൊടുക്കാൻ സാധിക്കത്തില്ല. മീൻസ് ബേസ് പ്ലസ് മെറ്റൽ ഗീവ്സ് സാൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന ഒരു ജനറൽ ഇക്വേഷൻ കൊടുക്കാൻ സാധിക്കത്തില്ല. കാരണം എല്ലായിടത്തും റിയാക്ഷൻ പോസിബിൾ അല്ല. എന്നാൽ നമുക്ക് ഒന്ന് രണ്ട് റിയാക്ഷൻ ഒക്കെ എന്താണ്? പോസിബിൾ ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത്? സിങ്ക് പ്ലസ്, സിങ്കിന്റെ സിമ്പിൾ എന്തായിരുന്നു? Zn പ്ലസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, NaOH. അപ്പൊ നമുക്ക് സാൾട്ട് ഫോം ചെയ്യണം,
പ്ലസ് എന്തും ഫോം ചെയ്യും, ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും. സിങ്കും സോഡിയം ഹൈഡ്രോക്സൈഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സാൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യും. ആ ഒരു റിയാക്ഷൻ പോസിബിൾ ആണ് എന്ന് കരുതി എല്ലാ റിയാക്ഷനും നമുക്കൊരു ജനറൽ ഇക്വേഷൻ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ അവിടെ നമുക്ക് ഫോം ചെയ്യേണ്ട സാൾട്ട് എന്ന് പറയുന്നത് സോഡിയം സിങ്കോണേറ്റ് Na2ZnO2 പ്ലസ് H2 ആണ് കേട്ടോ. Na2ZnO2 ഇവിടെ നമുക്ക് Na2ZnO2 അപ്പം എന്തായാലും കോമ്പൗണ്ടിനകത്ത് ആനയോണും കാറ്റയോണും കാണുമല്ലോ. Na2 പ്ലസ് Na എന്താണ് പ്ലസ് ആണ്, ഈ ZnO2 മൊത്തത്തിലാണ് എന്ത് ആനയോൺ എന്ന് പറയുന്നത് കേട്ടോ. ZnO2 ആണ് അവിടെ മൊത്തത്തിലാണ് അതിന് ആ ആനയോൺ എന്ന് പറയുന്നത്. Na2 എന്ന് പറയുന്നത് അവിടുത്തെ കാറ്റയോണും ആണ് കേട്ടോ. അല്ലാണ്ട് Zn വേറെ O2 വേറെ എന്നല്ല. ZnO2 ഒറ്റ ഒരെണ്ണവും Na2 മറ്റൊരെണ്ണവും കേട്ടോ. രണ്ടും രണ്ടായിട്ട് തന്നെ നിൽക്കുക. അല്ലാതെ Zn വേറെ O2 വേറെ Na വേറെ അങ്ങനല്ല. Na ZnO2 ആ ZnO2 ഒറ്റ ഒരെണ്ണം ആയിട്ട് ഒറ്റ ഒരു കോമ്പൗണ്ട് തന്നെ ആണ്. ഇനി എന്ന് പറയുമ്പോൾ ഇപ്പം സോഡിയം ഹൈഡ്രോക്സൈഡും സിങ്ക് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം സോഡിയം സിങ്കോണേറ്റ്, ഈ Na2ZnO2ന്റെ പേരാണ് സോഡിയം സിങ്കോണേറ്റ്. സോഡിയം സിങ്കോണേറ്റ് കേട്ടോ, സോഡിയം സിങ്കോണേറ്റ്. സോഡിയം സിങ്കോണേറ്റിനകത്ത് കാറ്റയോൺ ഏതാന്ന് ചോദിച്ചാല് Na പ്ലസും ആനയോൺ ഏതാന്ന് ചോദിച്ചാല് ZnO2 മൈനസും ആണ്. Na2 ആണ് അവിടുത്തെ കാറ്റയോൺ, ZnO2 മൈനസ് ആണ് അവിടുത്തെ ആനയോൺ. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അലൂമിനിയവും സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, റിയാക്ട് ചെയ്യാറുണ്ട്. അലൂമിനിയവും സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. അവിടെ അപ്പോൾ ഫോം ചെയ്യേണ്ടത് അലൂമിനിയം, അവിടെ നമുക്ക് ഫോം ചെയ്യേണ്ടത് സോഡിയം അലുമിനേറ്റും ഹൈഡ്രജൻ ഗ്യാസും ആണ് ഫോം ചെയ്യേണ്ടത്. ഓക്കെ, സോഡിയം അലുമിനേറ്റും ഹൈഡ്രജൻ ഗ്യാസും ആണ് ഫോം ചെയ്യേണ്ടത്. അപ്പൊ അലുമിനിയത്തിന്റെ സിമ്പിൾ എന്താണ്, Al പ്ലസ് NaOH പ്ലസ് വാട്ടർ. അവിടെ മോയ്സ്ചറിന്റെ ഒരു പ്രസൻസും കൂടി ഉണ്ട്. ആ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ടത് സോഡിയം അലുമിനേറ്റ് മീൻസ് NaAlO2 പ്ലസ് H2. NaAlO2 മീൻസ് ആ റിയാക്ഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. Al മീൻസ് അലൂമിനിയം റിയാക്ട്സ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് മീൻസ് ബേസ് പ്ലസ് മെറ്റൽ. അവിടെ നമുക്ക് എന്തിന്റെ പ്രസൻസ് ഉണ്ട്, വാട്ടറിന്റെ ഒരു പ്രസൻസും കൂടി ഉണ്ട്. ഫോം ചെയ്യേണ്ടത് സോഡിയം അലുമിനേറ്റ് NaAlO2 പ്ലസ് എന്താണ് ഹൈഡ്രജൻ ഗ്യാസ്. അവിടെ എന്താണ് Na പ്ലസും AlO2 മൈനസും ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അല്ലാതെ Na വേറെ Al വേറെ O2 വേറെ അങ്ങനല്ല. Na പ്ലസും AlO2 മൈനസും. ഈ AlO2 മൊത്തത്തിലാണ് മൈനസ് ചാർജ്, Na പ്ലസ് ചാർജ്. ഓക്കെ, അപ്പം ആസിഡും മെറ്റലും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസും കറസ്പോണ്ടിങ് സാൾട്ടും ആയിരിക്കും ഫോം ചെയ്യുന്നത്. ബേസിന്റെ കേസിൽ എല്ലാ ബേസും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യാറില്ല. അതുകൊണ്ട് അവിടെ ഒരു ജനറൽ ഇക്വേഷൻ പോസിബിൾ അല്ല. എന്നാൽ സിങ്കും സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം സോഡിയം സിങ്കോണേറ്റും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യും. അലൂമിനിയവും സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സോഡിയം അലുമിനേറ്റും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യാറുണ്ട്. ബേസിന്റെ കാര്യത്തിൽ എല്ലാ ബേസസും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യാറില്ല. സോ അത്രയേ ഉള്ളൂ കെമിക്കൽ പ്രോപ്പർട്ടീസിലെ ഫസ്റ്റ് റിയാക്ഷൻ ബിറ്റ്വീൻ how do metal and base, acid and bases reacts with the metals. ബേസസും ആസിഡുകളും എങ്ങനെയാണ് മെറ്റലിനോട് റിയാക്ട് ചെയ്യുന്നത് അത്രയേ ഉള്ളൂ. ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സാൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നു. എല്ലാ ബേസും റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് ജനറൽ ഇക്വേഷൻ ബേസിന്റെ കാര്യത്തിൽ പോസിബിൾ അല്ല. അത്രയുള്ള ആ ഒരു കൺസെപ്റ്റ് വളരെ ഈസിയാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.